ശരി. ഈ ഷോ നടത്തുന്ന ആളുകളുടെ ഒരു ഫേവറിസം ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫേവറിസം ഈ ഷോ ടീംസിനുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ഫേവറിസം ഒന്നും അതിനകത്ത് കാണിക്കാൻ കഴിയില്ല. പിന്നെ ഈ ഫേവറിസം കാണിക്കും എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നോക്കുമ്പം അങ്ങനെ കാണാമെങ്കിലും അവിടെയുള്ള ആ ഒരു നിയമാവലി വിട്ട് പിന്നെ ഒരു ഫേവറിസം കാണിക്കാൻ ആ ഷോയുടെ നടത്തിപ്പുകാർ ഒരു തരത്തിലും സമ്മതിക്കില്ല. ശരി. ഇപ്പൊ നമ്മൾ ഈ രഹസ്യങ്ങൾ ചോരുന്നു നടത്താൻ യാതൊരു ലൂപ്പ് ഹോളും ഇല്ല അവിടെ. ശരി. നമ്മളിപ്പോൾ ഈ രഹസ്യങ്ങൾ ചോരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ പ്രധാനമായി നമ്മൾ കാണുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പബ്ലിക്കായിട്ടുള്ള ഓഡിയൻസ് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മറ്റ് വഴിയല്ലാതെ ഈ ഓഡിയൻസ് തന്നെ ഈ വിവരങ്ങൾ പുറത്തെത്തിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഓഡിയൻസ് വരാതിരിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസ് അകത്ത് കയറ്റാതിരിക്കുക എന്നുള്ളതല്ലേ? അതെന്തുകൊണ്ടായിരിക്കും ഷോ മാനേജ്മെന്റ് ചെയ്യാത്തത്? അല്ല, അത് നമ്മളൊരു ഷോ ഡിസൈൻ ചെയ്യുമ്പം നമുക്കൊരു പ്ലാൻ കാണുമല്ലോ. ഇന്ന ഷോർട്സ്, ഇന്നതാണ് അതിൻ്റെ മൊമെന്റ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ആ ഷോയ്ക്കകത്തുനിന്ന് ഇപ്പോൾ ഓഡിയൻസിനെ ഞാനൊരു സജഷൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ബാക്കിയുള്ള സമയത്തൊക്കെ ഓഡിയൻസ് ഇരിക്കട്ടെ, എന്നിട്ട് എവിക്ഷൻ്റെ സമയമാകുമ്പോൾ ഓഡിയൻസ് ഇല്ലാതെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞു വന്നു. അതിൻ്റെ കുറേ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നഷ്ടമായി പോകും. അപ്പോൾ അത് പ്രാവർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഓഡിയൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഓഡിയൻസിൻ്റെ പേരിൽ അങ്ങനൊരു സംഭവം ഇത്രയും വർഷങ്ങൾക്കിടയിൽ, കാരണം ആ കമ്പനി എല്ലാ ഷോയിലും എല്ലാ ഭാഷകളിലും ഈ ഷോ റൺ ചെയ്യുന്നവരാണ്. അവർക്ക് അത്രയും ലോയലായിട്ടുള്ള ഓഡിയൻസാണ് ഉള്ളത്. അവരുടെ നിന്ന് ചോരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് എന്നാണ് അറിഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീ സാബുമോൻ, ഇതിന് രണ്ടൊരു വശമുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ ഷോയെക്കുറിച്ച്, അല്ലെങ്കിൽ ഷോ ഇനി എന്ത് സംഭവിക്കും, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നത് എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് ആ ഷോയ്ക്ക് കുറച്ച് ഗുണമാവുകയല്ലേ? കാരണം ആളുകൾക്ക് ഇതിനോടുള്ള താല്പര്യം കൂടുന്നു, ആര് പുറത്താകുന്നു എന്നറിയാനുള്ള താല്പര്യം കൂടുന്നു. അങ്ങനെയാകുമ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും ഇതിനെ ഉപയോഗിച്ചുകൂടെ? അങ്ങനെയും കാണാൻ സാധിക്കില്ലേ? ഈ ആളുകൾ കൂടുതലായി ആർക്ക് എന്ത് സംഭവിക്കുന്നു, ആരെപ്പോൾ പുറത്തു പോകുന്നു, ഇനി ആര് വരാൻ പോകുന്നു, ലാലേട്ടൻ എന്ത് പറയാൻ പോകുന്നു, അദ്ദേഹം എന്ത് ഡ്രസ്സ് ധരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ആളുകൾ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ വരുന്നത്, ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ഷോയ്ക്ക് അത് ഗുണമാകുന്നുമില്ലേ? അല്ല, അത് ഈ പറഞ്ഞ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിച്ചാൽ ഓക്കെ, ഒരു രസമായിരിക്കും. പക്ഷെ നിരന്തരമായിട്ട് പിന്നെ ചില പർട്ടിക്കുലർ ആളുകൾ അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാമ്പ് പോയില്ലേ? ഇപ്പൊ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ നടത്തി, ഇപ്പം അവിടെ നിന്ന് ചോരുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, മിയർ പ്രഡിക്ഷൻസ് ആണെങ്കിൽ ആ പ്രഡിക്ഷൻ എല്ലാ പ്രാവശ്യവും ഒരുപോലെ വരുമോ? വരില്ലല്ലോ. ഇടയ്ക്ക് തെറ്റണമല്ലോ. ആ തെറ്റുകൾ നടക്കുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ അതിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ശരി. ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് PR ആണ്. താങ്കളത് ശ്രദ്ധിച്ചു കാണും. 17 ലക്ഷം ഒക്കെ PR എടുത്തുകൊണ്ടാണ് അതിനുള്ളിൽ ഓരോരുത്തർ വരുന്നതെന്നുള്ള ചർച്ചകളൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഒരു വിജയ നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ PR കൊണ്ട് ഈ ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ ജയിക്കാൻ സാധിക്കുമെന്ന്? അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ ബോട്ട് എന്ന് പറഞ്ഞ സംവിധാനം അതുണ്ടോ ശ്രീ സാബുമോൻ? ബോട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടുകളുണ്ട്. അങ്ങനെ നമുക്ക് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഒരു ടെക്നിക്കൽ സംഭവമാണ്. ബോട്ട് ഉപയോഗിച്ച് ബോട്ടുകൾ ചെയ്തിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോഴുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ബോട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് പിന്നെ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പിന്നെ വരിസംഖ്യ അടച്ച് പൈസ മുടക്കിയിരുന്ന് വോട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ അതുവഴി മാത്രമല്ലേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ഫ്രീ അക്കൗണ്ട് കിട്ടുന്നൊരു സ്പേസ് അല്ല എൻ്റെ അറിവിൽ. തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ പൈസ മുടക്കാമെങ്കിൽ അത്രയും വോട്ടുകൾ കൂടുതൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ കുറേ പേര് അതിനുവേണ്ടി കുത്തിയിരുന്നാൽ, ഇപ്പോൾ ഒരു വീഡിയോ വന്നാൽ ഉടനെ അതിന് താഴെ കുറേ വാഴ്ത്തുപാട്ടുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബാക്കി നമ്മളുടെ പിന്നെ ആ കണ്ടന്റ് കാണുന്ന ആളിൻ്റെ ചിന്താഗതിയെ അത് ബാധിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആദ്യം കുറേ നെഗറ്റീവാണ് വീഴുന്നുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് കമൻസ് ആണ് വീഴുന്നുണ്ടെങ്കിൽ
പിന്നെ ബാക്കി കാണുന്നവരെ അല്ലാതെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള PR ഏജൻസികളെ വെച്ച്. പക്ഷെ അല്ലാതെ PR ഏജൻസി ഉള്ളത് കൊണ്ട് മാത്രമൊന്നും അങ്ങനെ ജയിച്ചു പോകാനൊന്നും കഴിയില്ല. കാര്യം ഈ ഷോ എന്ന് പറയുന്നത് അതിലുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പിന്നെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, അവരോരോന്ന് ഫേസ് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് ഓരോ വ്യക്തികളോടും ഒരു പേഴ്സണൽ ഇഷ്ടം രൂപപ്പെട്ട് വരുന്നത്. അതിന് PR-കാർക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ശരി. ഇപ്പോൾ ഈ ഓൺലൈൻ വോട്ടിങ്ങും ഈ ബിഗ് ബോസ് വോട്ടിംഗ് റേറ്റും സെയിം ആകുന്നത് അതെങ്ങനെയാണ് എപ്പോഴും? ഇപ്പോൾ സ്വാഭാവികമായി ബിഗ് ബോസ് വോട്ടിംഗ് വീക്ക്ലി ചാർട്ട് അത് ബിഗ് ബോസിന് പുറത്ത് വിട്ടൂടെ? അങ്ങനെ ഈ പ്രേക്ഷകരുടെ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടത്തില്ലേ ശ്രീ സാബുമോൻ? അതൊരു നല്ല സജഷനാണ്, വീക്കിലുള്ള വോട്ടിംഗ് നിര പറയാമെന്ന്. പക്ഷെ അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഫിനാലയിലൊക്കെയാണ് അങ്ങനെ വോട്ടിംഗ് നില മാത്രം പറയുന്നത്. എല്ലാ ആഴ്ചയും അതൊരു കണ്ടൻ്റായിട്ട് അങ്ങനെ എടുക്കാറില്ല. കാര്യം അങ്ങനെ ഒരു വോട്ടിംഗ് നില പിന്നെ ലാലേട്ടൻ അവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗെയിമിൻ്റെ പിന്നെ യാത്രയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വോട്ടിംഗ് അങ്ങനെ കാണിക്കാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. ശരി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിവരങ്ങൾ ചോരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുള്ള സമയത്ത് അല്ലെങ്കിൽ തുടക്കം മുതലേ ഉള്ള സീസണുകളിലൊക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഈ വലിയ തരത്തിൽ വന്നത് ഈ സീസണിലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ വിവരങ്ങൾ കൂടുതലായി ആളുകളിലേക്ക് നേരത്തെ എത്തുന്നത് അത് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നാൾക്ക് നാളിങ്ങനെ കൂടി വരുന്നത് കൊണ്ടും ആകാം. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾ ഈ വർഷത്തെ ബിഗ് ബോസ് ഒക്കെ അല്ലെങ്കിൽ ഈ സീസൺ ബിഗ് ബോസ് ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരാളാണോ? മിക്കവാറും ഒക്കെ കാണുന്നുണ്ട്. ശരി. എന്തായാലും ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ ആര് വിൻ ചെയ്യും എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരാളെ പേര് പറയാൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പിന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് അതൊരു ഔചിത്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ഗെയിമാണ്, അവർ കളിച്ച് ജയിക്കട്ടെ. ഇപ്പം ഞാൻ അകത്ത് പോയപ്പോഴും പിന്നെ ആർക്കും ഒരു എന്താ പറയുന്ന ഒരു മേൽക്കൈ കൊടുക്കുന്ന രീതിയിലൊന്നും സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. കാര്യം അതൊരു ഗെയിമാണ്. ആ ഗെയിമിനെ അതിൻ്റെ വഴിക്ക് തന്നെ ഒഴുകാൻ വിടുന്നതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഈ നമ്മൾ ഈ തുടക്കം മുതലേ ഈ സീസണുമായി ബന്ധപ്പെട്ട് കേട്ടൊരു കാര്യമാണ്, കൂടുതലും അർഹതയില്ലാത്തവരാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്